ഒറ്റപ്പാലത്തെ അനങ്ങനടി പഞ്ചായത്തിലെ പത്തംകുളം എന്ന ഉൾഗ്രാമത്തിലെ വൃദ്ധനായ ആ കർഷകൻ്റെ പഴയ വീട്ടിലേക്ക് ഗാനഗന്ധർവൻ യേശുദാസ് കടന്നു വന്നത് വളരെ യാദൃശ്യമായിട്ടായിരുന്നു. ദാസേട്ടനെ കണ്ടതും രാമൻ നമ്പിയത്തെന്ന ആ പാവം കർഷകൻ അത്ഭുതസ്ഥിമിതനായി എഴുന്നേറ്റ് നിന്നു. ഏറെ നേരം നിറകണ്ണുകളോടെ ദാസേട്ടൻ ആ കർഷകനെ നോക്കി നിന്നു. പിന്നീട് ചേർത്ത് പിടിച്ചു. ഒരു കുഞ്ഞിനെപ്പോലെ ദാസേട്ടൻ്റെ മാറിടത്തിലേക്ക് ചാഞ്ഞ ആ കർഷകൻ്റെ കണ്ണിൽ നിന്നും കണ്ണുനീർ ധാരധാരയായി ഒഴുകി ദാസേട്ടൻ്റെ ശുഭ്രവസ്ത്രത്തിലാകെ പടർന്നു. എന്താണെന്ന് മനസ്സിലാവാതെ ആ ഗ്രാമവാസികളെല്ലാം അമ്പരപ്പോടെ നിന്നു. ആ രംഗം പകർത്തിയ ക്യാമറാമാൻ ലീൻ തോമസിൻ്റെ വരെ കണ്ണുകൾ ഈറനണിഞ്ഞു. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും NSK രാഗപരിചയത്തിലേക്ക് സുസ്വാഗതം. ഞാൻ നിലമ്പൂർ സുനിൽ. അല്പസ്വല്പം എഴുത്തും അഭിനയവും രാഷ്ട്രീയവുമായി നടന്നിരുന്ന നമ്പ്യത്തിനെ പ്രൊഫഷണൽ നാടകനടനും സിനിമാ നിർമ്മാതാവുമാക്കി മാറ്റുന്നത് KS ആൻ്റണിയാണ്. അദ്ദേഹത്തിൻ്റെ കാൽപ്പാടുകൾ എന്ന നാടകം അരങ്ങത്ത് അവതരിപ്പിക്കാൻ ആലോചിക്കുന്ന സമയമായിരുന്നു അത്. സംഗീത സംവിധായകനും ഗായകനുമായ UCK തങ്ങൾക്കൊപ്പം നമ്പ്യത്തിൻ്റെ വീട്ടിലേക്ക് ആൻ്റണി എത്തുന്നു. നാടകത്തിൽ അഭിനയിക്കാനുള്ള ക്ഷണമായിരുന്നു അത്. ആദ്യമായാണ് പ്രൊഫഷണൽ നടനാകാനുള്ള വിളി വരുന്നത്. അതുകൊണ്ട് നിരസിക്കാൻ തോന്നിയില്ല. ആൻ്റണിയുടെ ജ്യേഷ്ഠനായ ജോസഫിൻ്റെ ചെറിയ ഓലപ്പുരയിൽ വെച്ചാണ് റിഹേഴ്സൽ. ഗുരുദേവനായി KP പോൾ, കുമാരനാശനായി കൊല്ലം സുകുമാരൻ, നായകനായ ഉണ്ണി നമ്പൂതിരിയുടെ റോളിൽ ആദ്യം അഭിനയിച്ചത് സംഗീത സംവിധായകൻ കൂടിയായ വൈക്കം ചന്ദ്രനായിരുന്നു. പിന്നീട് അത് ആൻ്റണി തന്നെ ഏറ്റെടുത്തു. കേരളത്തിലുടനീളം വടക്കൻ ജില്ലകളിൽ വലിയ സ്വീകാര്യതയാണ് ഈ നാടകത്തിന് ലഭിച്ചത്. നാടകത്തിൽ ഇരവി നമ്പൂതിരിയുടെ വേഷമിട്ടുകൊണ്ടാണ് നമ്പ്യത്ത് അഭിനയിച്ചത്. ഒരിക്കൽ ആൻ്റണി പറഞ്ഞു, നമുക്ക് ഈ നാടകം സിനിമയാക്കിയാലോ. ശ്രീനാരായണ ഗുരുദേവൻ്റെ ദർശനങ്ങൾ സാധാരണ ജനങ്ങളിൽ എത്തിക്കണമെന്ന് നമ്പ്യത്തിനും തോന്നി. സിനിമ എടുക്കാൻ തന്നെ തീരുമാനിച്ചു. കയ്യിൽ നയാ പൈസ പോലുമില്ല. ഉള്ളത് കുറേ ഭൂസ്വത്താണ്. വസ്തു വിറ്റും വായ്പ വാങ്ങിയും പണമുണ്ടാക്കി. സ്വന്തം പേരിലുള്ള ഭൂമി മാത്രമല്ല, അമ്മയുടെ സംരക്ഷണത്തിനായി മരണപത്രത്തിൽ അച്ഛൻ നീക്കിവെച്ച പറമ്പ് പോലും തീറെഴുതി. സർവംസഹയായ അമ്മ ഒരക്ഷരം എതിർത്ത് പറഞ്ഞില്ല. പക്ഷേ ഒരു വാക്ക് മാത്രം പറഞ്ഞു, മക്കളെയും ഭാര്യയും വഴിയാധാരമാക്കില്ലേ എന്ന്. പടത്തിൻ്റെ തിരക്കഥ എഴുതിയത് ആൻ്റണിയാണ്. നാടകവും സിനിമയും തമ്മിലുള്ള ദൃശ്യപരവും സാങ്കേതികവുമായ വ്യത്യാസത്തെക്കുറിച്ച് ആൻ്റണിക്ക് വലിയ ധാരണയില്ലാത്തതുകൊണ്ട് ആ തിരക്കഥ വളരെ മോശമായിപ്പോയി. മഹാസാഹിത്യകാരനായ മുട്ടത്ത് വർക്കിയും നോർബർട്ട് പാവനയും ഒരേ സ്വരത്തിൽ പറഞ്ഞു, ഈ തിരക്കഥ കൊള്ളില്ല. അവസാനം തിരക്കഥ എഴുത്തും രാമൻ നമ്പ്യത്തിൻ്റെ ചുമതലയിലായി. തൃശ്ശൂരിലെ പ്രീമിയർ ലോഡ്ജിൽ വെച്ചാണ് തിരക്കഥ എഴുതിയത്. എഴുതി തീർന്ന ഭാഗം ദിവസവും സഹൃദയരായ ഒരു കൂട്ടം സുഹൃത്തുക്കളെ വായിച്ചു കേൾപ്പിക്കും. അവരുടെ എല്ലാം സമ്മതം കൂടി പരിഗണിച്ചാണ് ആ തിരക്കഥ എഴുതി പൂർത്തിയായത്. തോപ്പിൽ രവിയും നാട്ടിക ദാമോദരനും ജോയ് ശാസ്താംപടിക്കലും PS ഗംഗാധരനുമൊക്കെ ആ സദസ്സിലുണ്ടായിരുന്നു. തിരക്കഥ എഴുത്ത് പൂർത്തിയായതോടുകൂടി പാട്ട് റെക്കോർഡിങ്ങിനെക്കുറിച്ച് ആലോചിച്ചു. അതിന് മദ്രാശിയിലെ ഭരണി സ്റ്റുഡിയോ തന്നെ ബുക്ക് ചെയ്തു. മഹാസാഹിത്യകാരനായ P ഭാസ്കരൻ സാറും അനുഗ്രഹീത സംഗീതജ്ഞനായ MBS തൻ്റെ ഗാനശില്പികളെന്ന് നമ്പ്യത്തിന് നിർബന്ധമുണ്ടായിരുന്നു. PC ഡാം ഹൗസിൽ വെച്ചായിരുന്നു പാട്ടുകൾക്ക് ഈണം പകർന്നത്. പാട്ടും ചിരിയും കളിയും സാഹിത്യ സംവാദവുമായി സംഭവബഹുലമായ കുറേ നാളുകൾ. ആ ബഹളത്തിനിടയിലേക്കാണ് പിതാവായ അഗസ്റ്റിൻ ജോസഫിനൊപ്പം യേശുദാസ് കടന്നു വന്നത്. ദാസിനെക്കുറിച്ച് ആദ്യം നമ്പ്യത്തിനോട് പറയുന്നത് വൈക്കം ചന്ദ്രൻ എന്ന ഗായകനായിരുന്നു. നല്ല പയ്യൻ, അതിസുന്ദരമായ ശബ്ദമാണ് അവന്. ഞാനും ഒരു പാട്ടുകാരൻ തന്നെ, പക്ഷേ ഇത്ര നല്ല ശബ്ദമുള്ള മറ്റൊരു ആളെ ഞാൻ കണ്ടിട്ടില്ല. ആ കുട്ടിക്ക് നമ്മളുടെ സിനിമയിൽ ഒരു ചാൻസ് കൊടുത്തെങ്കിൽ. അത്ഭുതം തോന്നി നമ്പ്യത്തിന്. ഒരു പാട്ടുകാരനായ ചന്ദ്രന് ഗാനങ്ങൾ പാടാമായിരുന്നു. സൗഹൃദത്തിൻ്റെ പേരിൽ നമ്പ്യത്തൊക്കെ അത് സമ്മതിക്കുകയും ചെയ്യുമായിരുന്നു. എങ്കിലും ഇത്രയും കഴിവുള്ള ആ ചെറുപ്പക്കാരന് ഒരവസരം കിട്ടണമെന്ന് ഗായകൻ വൈക്കം ചന്ദ്രൻ ഓർത്തുപോയി. PC ഡാം ഹൗസിൽ വെച്ച് MBSൻ്റെയും നമ്പ്യത്തിൻ്റെയും എല്ലാം മുന്നിൽ വെച്ച് ദാസേട്ടൻ മുകേഷ് എന്ന അനശ്വര ഗായകൻ്റെ ഒരു ഗാനവും ഒരു കീർത്തനവും പാടി. MBS ആ മാധുരിയിൽ
അലിഞ്ഞു ചേർന്നു. ഗായകൻ ഉദയഭാനു സാറും ഉണ്ടായിരുന്നു അവിടെ. MBS ഒരു കാര്യം പറഞ്ഞു, നന്നായിട്ട് പാടുന്നു, പക്ഷേ സൗണ്ട് എഞ്ചിനീയർ കൂടി സമ്മതം മൂളണം. അന്നൊക്കെ അങ്ങനെയായിരുന്നു. ഏതൊരു ഗായകനെയും ഗായികയെയും നന്ന് എന്ന് തീരുമാനിക്കുന്നത് സൗണ്ട് എഞ്ചിനീയർമാരായിരുന്നു. അന്നത്തെ മുടിചൂടാമനായ സൗണ്ട് എഞ്ചിനീയറായിരുന്നു കോടീശ്വര റാവു. നിർഭാഗ്യമെന്ന് പറയട്ടെ, ഇതിനിടയിൽ പനി പിടിച്ച് KJ യേശുദാസ് അവശനിലയിലായി. പിന്നീട് തീരെ വയ്യാതെയാണ് റെക്കോർഡിങ്ങിന് വേണ്ടി എത്തിച്ചേർന്നത്. 2 വഴികളായിരുന്നു രാമൻ നമ്പ്യത്ത് എന്ന ആ പ്രൊഡ്യൂസറുടെ മുന്നിൽ. ഒന്നുകിൽ പുതിയ പാട്ടുകാരനെ പനിക്ക് വിട്ടുകൊടുത്ത് അറിയപ്പെടുന്ന മറ്റാരെങ്കിലും പാടാൻ വിളിക്കുക, അല്ലെങ്കിൽ പനിയോടെ തന്നെ ആ പയ്യൻ പാടട്ടെ എന്ന് തീരുമാനിക്കുക. ആദ്യത്തെ വഴിയായിരുന്നു എളുപ്പം. കാരണം സുരക്ഷിതവും പരിചയസമ്പന്നരുമായ പാട്ടുകാർ ധാരാളമുള്ളപ്പോൾ അസുഖം പിടിച്ച ഈ കുട്ടിയെ എന്തിനു പരീക്ഷിക്കണം? ഇന്നത്തെ പോലെ കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോടെ ഏത് ശബ്ദവും ഗന്ധർവനാദമാക്കി മാറ്റിയെടുക്കാൻ പറ്റുന്ന വിദ്യ അന്നില്ല. ലൈവ് റെക്കോർഡിങ്ങിൻ്റെ കാലമാണ്. 100% പെർഫെക്ഷൻ ഉള്ളവർക്കേ മൈക്കിന് മുന്നിൽ രക്ഷയുള്ളൂ. എല്ലാം അറിഞ്ഞിട്ടും രാമൻ നമ്പ്യത്ത് എന്ന ആ നിർമ്മാതാവ് പറഞ്ഞു, ആ കുട്ടി തന്നെ പാടട്ടെ. സിനിമയിൽ ഒരു പാട്ട് പാടുക എന്ന മോഹവുമായി സ്റ്റുഡിയോയ്ക്ക് പുറത്ത് കാത്തു നിൽക്കുന്ന ആ ഫോർട്ട് കൊച്ചിക്കാരൻ യുവാവിൻ്റെ നിഷ്കളങ്കമായ മുഖം മനസ്സിൽ തെളിഞ്ഞപ്പോൾ മറിച്ചൊന്നും പറയാൻ അദ്ദേഹത്തിന് തോന്നിയില്ല. അന്തം വിട്ടുപോയത് പടത്തിൻ്റെ സംവിധായകൻ KS ആൻ്റണിയും സംഗീത സംവിധായകനായ MB ശ്രീനിവാസൻ സാറുമാണ്. നമ്പ്യത്ത് സാർ, ഇത് കുട്ടിക്കളിയല്ല. ഇരുവരും ഒരേ സ്വരത്തിൽ പറഞ്ഞു. ലക്ഷങ്ങൾ മുടക്കിയുള്ള ഇടപാടാണ്. പടം പൊട്ടാതെ നോക്കേണ്ട ബാധ്യതയുണ്ട് നമുക്ക്. മറ്റാരെങ്കിലും പരിചയസമ്പന്നരെ വിളിക്കുകയല്ലേ നല്ലത്. പക്ഷേ ആ നിർമ്മാതാവ് ഉറച്ചു തന്നെ നിന്നു. പടം പൊട്ടിയാൽ പൊട്ടട്ടെ, എങ്കിലും ആ കുട്ടിയെ തിരിച്ചയക്കാൻ എനിക്ക് തോന്നുന്നില്ല. ഈ അവസരം ആ കുട്ടിക്ക് തന്നെ കൊടുക്കാം. അങ്ങനെ 1961 നവംബർ 14 കാട്ടാശ്ശേരി ജോസഫ് യേശുദാസിൻ്റെ ശബ്ദം ആദ്യമായി സ്റ്റുഡിയോ മുറിക്കുള്ളിൽ മുഴങ്ങി. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത്. കാൽപ്പാടുകൾ എന്ന ആ ആദ്യ സിനിമയിൽ നിന്നും യേശുദാസ് നടന്നു ചെന്നത് പ്രശസ്തിയുടെ രാജവീഥിയിലേക്കാണ്. പക്ഷേ ആ യാത്രയുടെ ആരംഭ ബിന്ദുവിലേക്ക് യേശുദാസിനെ കൈപിടിച്ച് നയിച്ച ആ പാവ മനുഷ്യനെ, രാമൻ നമ്പ്യത്ത് എന്ന ആ നിർമ്മാതാവിനെ ഇന്ന് ആരോർക്കുന്നു? കാൽപ്പാടുകൾ എന്ന ആ സിനിമ ബോക്സ് ഓഫീസിൽ വമ്പൻ പരാജയമായിരുന്നു. കടം കയറിയ ആ നിർമ്മാതാവ് ഇനി ജീവിച്ചിട്ട് അർത്ഥമില്ല എന്ന് മനസ്സിലാക്കി. ഇരിങ്ങാലക്കുടയിലെ തൻ്റെ ഓഫീസ് മുറിയിൽ നിന്നും ഭ്രാന്തനെ പോലെ ലക്ഷ്യബോധമില്ലാതെ ഇറങ്ങി നടക്കവേ എങ്ങു നിന്നോ ഒരു ഗാനത്തിൻ്റെ ഈരടികൾ ആ കാതിൽ വന്നു വീണു. തൻ്റെ പ്രിയപ്പെട്ട കുട്ടിയുടെ ശബ്ദം. അതെ, ദാസേട്ടൻ പാടുകയാണ്. ആരെ കാണാൻ അലയുന്നു കണ്ണുകൾ, ആരെ തേടി വിതുമ്പുന്നു ചുണ്ടുകൾ, അമ്മേ. പെട്ടെന്ന് രാമൻ നമ്പ്യത്തിന് തൻ്റെ അമ്മയെ ഓർമ്മ വന്നു. ഒപ്പം വീട്ടിൽ കാത്തിരിക്കുന്ന ഭാര്യയെയും മക്കളെയും എല്ലാം അദ്ദേഹം ഓർത്തു. വയ്യ, ഇനിയും അവരെ കഷ്ടപ്പെടുത്താൻ വയ്യ. മനസ്സുകൊണ്ട് അവരോടെല്ലാം മാപ്പ് പറഞ്ഞ് മരണം വരിക്കാൻ തീരുമാനിച്ചു. ഒരു വിഷക്കുപ്പിയുമായിട്ടാണ് അദ്ദേഹം വീട്ടിലേക്ക് കയറി വന്നത്. നിറകണ്ണുകളോടെ ഉണ്ണാനിരുന്നു. അടുക്കളയിൽ ചമ്രം പടിഞ്ഞിരിക്കുന്ന ഭർത്താവിന് ഇഷ്ടവിഭവങ്ങളെല്ലാം ഭാര്യ വിളമ്പിക്കൊടുത്തു. ഭർത്താവും മക്കളും വയറു നിറച്ചുണ്ണുന്നത് നോക്കി നിൽക്കുന്ന അമ്മയും ഭാര്യയും ഇരുവരെയും മാറി മാറി നോക്കി. തൻ്റെ അവസാനത്തെ കാഴ്ച. ഇനി ഒരിക്കലും തനിക്കിവരെ കാണാൻ കഴിയില്ലല്ലോ. പെട്ടെന്നാണ് ഭാര്യ എണീറ്റ് പോയിട്ട് ഒരു കുപ്പിയുമായി വന്നത്. 6 ഗ്ലാസുകളും. രാമൻ നമ്പ്യത്ത് ഞെട്ടിപ്പോയി. താൻ ആരും കാണാതെ വാങ്ങിവെച്ച വിഷക്കുപ്പി അതാ അവൾ എടുത്തു കൊണ്ടുവന്നിരിക്കുന്നു. പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവൾ പറഞ്ഞു, എന്തിനാ അങ്ങ് മാത്രം കഴിക്കുന്നത്? നമുക്കെല്ലാവർക്കും ഒന്നിച്ച് കഴിക്കാം. അന്ന് തീരുമാനിച്ചു, ഇല്ല, എൻ്റെ ഭാര്യയും മക്കളെയും
എൻ്റെ അമ്മയെയും നിരീലാക്കയത്തിൽ തള്ളിവിട്ടുകൊണ്ട് ഞാൻ മരണം വരിക്കില്ല. മരണചിന്തയിൽ നിന്നും എങ്ങനെയും ജീവിക്കണമെന്ന വാശിയിലേക്ക് വിധി നമ്പ്യത്തിനെ കൈപിടിച്ച് ഉയർത്തുകയായിരുന്നു. തൻ്റെ കയ്യിലുണ്ടായിരുന്ന ബാക്കി ആകെയുള്ള സ്വത്തുവകകളെല്ലാം വിറ്റുപെറുക്കി അദ്ദേഹം പാലക്കാട് ജില്ലയിലെ വാണിയംകുളത്തിനടുത്തുള്ള പത്തംകുളം എന്ന ഗ്രാമത്തിലേക്ക് പോന്നു. അവിടെ ഒരു കർഷകനായി അദ്ദേഹം ജീവിതം തുടങ്ങി. മണ്ണിൽ പൊന്നു വിളയിക്കുന്ന കർഷകനായിട്ട്. സിനിമ അതിനകം വിദൂരമായ ഒരോർമ്മയായി അദ്ദേഹത്തിന് മാറിക്കഴിഞ്ഞിരുന്നു. സിനിമയ്ക്ക് നമ്പ്യത്തും അതുപോലെ തന്നെ ഏറെ അകലെയായിരുന്നു. എങ്കിലും ദാസേട്ടൻ്റെ ശബ്ദം ഒരിക്കലെങ്കിലും കാതിൽ വന്ന് വീഴാത്ത ദിനങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നില്ല. മരിക്കുന്നത് പോലും ആ ശബ്ദം കേട്ടുകൊണ്ടാവണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. ശ്രീനാരായണ ഗുരുദേവൻ്റെ അനശ്വരമായ ആ ശ്ലോകം, ദാസേട്ടനെ ഗന്ധർവഗായകനാക്കിയ ആ ശ്ലോകം പാടിക്കഴിഞ്ഞപ്പോൾ MBS കോടീശ്വരറാവു എന്ന ആ വലിയ സൗണ്ട് എഞ്ചിനീയറോട് ചോദിച്ചു, എങ്ങനെയുണ്ട് ഈ പുതിയ കുട്ടി? കുറച്ചു നേരം മൗനത്തിൽ നിന്ന കോടീശ്വരറാവു പറഞ്ഞു, ഒരു 10 വർഷം കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. സത്യത്തിൽ MBSന് വിഷമമാണ് തോന്നിയത്. കാരണം പാടാൻ ആഗ്രഹിച്ചു വന്ന ഈ കുട്ടിയോട് ഇങ്ങനെയാണല്ലോ പ്രതികരിച്ചത്. പിന്നീടാണ് കോടീശ്വരറാവു പറഞ്ഞത്, അതല്ല, ഒരു 10 വർഷമെങ്കിലും ഈ ശബ്ദത്തെ മാറ്റി നിർത്താൻ മറ്റൊരാൾക്ക് കഴിയില്ല എന്ന്. കോടീശ്വരറാവിൻ്റെ ആ വാക്കുകൾക്ക് അപ്പുറത്തേക്ക് ദാസേട്ടൻ എന്ന മഹാഗായകൻ വളർന്നു. നമ്മളുടെ എല്ലാം സ്വകാര്യ അഹങ്കാരമായി മാറി അദ്ദേഹം. ദാസേട്ടൻ്റെ ശബ്ദം കേൾക്കാത്ത ഒരു നാളുകൾ മലയാളികൾക്കില്ലാതായി മാറി. പ്രിയപ്പെട്ടവരെ, ആ ഒരു ചരിത്ര മുഹൂർത്തത്തിന് അവസരം നൽകിയ നമ്പ്യത്ത് സിനിമ പൊളിഞ്ഞ് കടബാധിതനായി ഒരു ഭ്രാന്തനെപ്പോലെ തൻ്റെ ജീവിതം വരെ ഇല്ലാതാക്കുവാൻ തീരുമാനിച്ച കഥ ആർക്കറിയാം? നമ്പ്യത്തെന്ന ആ നിർമ്മാതാവ് 2014 നമ്മളെ വിട്ട് പിരിഞ്ഞു പോയത്. ഇതുപോലെ എത്രയെത്ര വലിയ വലിയ മനസ്സുള്ള കലാകാരന്മാർ ഈ ഭൂമിയിൽ ജീവിച്ചിട്ടുണ്ടാവാം. ഇന്ന് രാമൻ നമ്പ്യത്ത് എന്ന ആ വലിയ കലാകാരൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ ബാഷ്പാഞ്ജലി അർപ്പിച്ചുകൊണ്ട് NSK രാഗാസ് ഈ എപ്പിസോഡ് സമർപ്പിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ സംഗീതത്തിൻ്റെ പുത്തൻ വിഭവങ്ങളുമായി വീണ്ടും കാണാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട്